ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഒരുപാട് സത്യം പറയും, ഇപ്പോഴത്തെ മക്കൾ ഏത് ഗതിയിലേക്കാണ് പോകുന്നതെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചെറിയ മക്കൾ പോലും യൂസ് ചെയ്യാണ് ലഹരി. സ്കൂൾ കുട്ടികൾ, ഞാൻ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം. എൻ്റെ അടുത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്കൂളിൽ എൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നിട്ട് ലഹരി മെഡിസിൻ്റെ പേര് കംപ്ലീറ്റ് അവർക്കറിയാം. ഇത് ഡൈസിപ്പാം, നൈട്രാസിപ്പാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വയലൻ്റായി വയലൻ്റായി. അവിടെയുള്ള പാത്രം, ഞങ്ങൾ ഡബ്ബികളൊക്കെ ഉണ്ട്, വിക്സ് മുട്ടായി അതൊക്കെ ഇട്ട് വെച്ചത്, അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നിന്നെ ഞാൻ കണ്ടോളാമെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് ഭീഷണിയൊക്കെ ആയിട്ടാണ് അവൻ പോയത്. അതേപോലെ ഞാൻ പറയാം, എങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അച്ഛൻ്റെ അമ്മേൻ്റെയും വില അറിയില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നലെ തന്നെ ന്യൂസ് കണ്ടില്ലേ, എത്ര പേരെ അവൻ കൊന്നൊടുക്കിയത്. അവൻ ഒരു പശ്ചാത്താപവും ഇല്ല. ഇപ്പം പോലും ചെയ്തതിന് ഒരു ഭാവ വ്യത്യാസം അവൻ്റെ മുഖത്തില്ല. അപ്പോൾ ഞാൻ പറയാം, നമ്മളെ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഫേക്ക് പ്രിസ്ക്രിപ്ഷൻ വരാറുണ്ട്. പ്രിസ്ക്രിപ്ഷൻ അവർ ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് പ്രിൻ്റ് ചെയ്തു, എന്നിട്ട് അതിൽ മെഡിസിൻ്റെ പേരെഴുതി. എന്നിട്ട് ഞാൻ പറയും, ഇവർക്ക് ഈ അറിവുകളൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്ന ഫോണിലൂടെ ആയിരിക്കും. ഫോണിൻ്റെ അമിതമായ ഉപയോഗം ഇവർക്ക് എവിടെ ഇത് കിട്ടും, എങ്ങനെ ഇത് യൂസ് ചെയ്യണം, എന്താണ് മെഡിസിൻ്റെ പേര്, MDMA എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയും, മക്കളാണ് ഇതിൽ പെടുന്നത്. പ്രായമുള്ളവർ അധികം കണ്ടിട്ടില്ല. ഞാൻ പറയും, മക്കൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിപ്പോവാം. നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരു ലോകത്താണ് അവരെത്തുന്നത്. ബന്ധങ്ങളെ വില അറിയുന്നില്ല. അവർക്കിപ്പോൾ പഠിക്കുകയൊന്നും വേണ്ട. അവരിപ്പോൾ എത്തിപ്പെടുന്നത് വേറെ ഏതോ അതിലും സുന്ദരം